ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചൂട് സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ മേടിക്കുന്ന ഒരു മെയിൻ ഐറ്റമാണ് തണ്ണിമത്തൻ. ഇനി തണ്ണിമത്തൻ കഴിച്ചിട്ട് അതിൻ്റെ തോട് വെറുതെ നിങ്ങൾ കളയരുത്. ഇതും കൊണ്ട് നമുക്ക് അടിപൊളി ഒരു പച്ചടി തയ്യാറാക്കാം. ആദ്യം തന്നെ നമ്മൾ 3 പീസ് തണ്ണിമത്തൻ്റെ തൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ കരിന്തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി കളയുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ വെള്ളരിക്കയൊക്കെ ഇട്ട് ഇത് പച്ചടി വെക്കാറില്ലേ, അതുപോലെ തന്നെയാണ് ഏകദേശം. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 സ്പൂണോളം വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ അംശം ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഇതിനായിട്ട് ചേർത്ത് കൊടുക്കണ്ട. ഒരു 3 സ്പൂൺ അല്ലെ ഒരു 4 സ്പൂൺ കുറഞ്ഞത് അത്രയും മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് വെന്ത് വരാനായിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനായിട്ടുള്ളത് എടുക്കാം. ആദ്യം തന്നെ ഇവിടെ ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മെയിൻ ഐറ്റമാണ് കടുകാണ്. നമ്മൾ ഒരു 1.5 സ്പൂണോളം കടുക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജീരകമാണ് കേട്ടോ. ചെറുജീരകമാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ചെറുജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി നമ്മൾ എടുത്തേക്കുന്ന കട്ടത്തൈരാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിച്ചെടുക്കുന്ന കട്ടത്തൈരാണ്. ഇതൊരു 4 സ്പൂണോളം കട്ടത്തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റ് ഉള്ള പച്ചടിയൊക്കെ അപേക്ഷിച്ച് നമ്മൾ വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്, തൈര് ചേർത്ത് മാത്രമാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും കടുകും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ തണ്ണിമത്തൻ്റെ തൊണ്ട് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു സ്പെഷ്യൽ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സ്മൂത്തായിട്ട് നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഈ തണ്ണിമത്തൻ്റെ തൊണ്ടിലേക്ക് ഇട്ട് കൊടുത്തതാണല്ലോ. തൈരും കൂടി ചേർത്ത് കഴിഞ്ഞു. ഉപ്പും വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പുളിയില്ലാത്ത തൈരാണ്. നിങ്ങൾ പുളിയുടെയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ തൊണ്ട പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇനി എല്ലാവരും തണ്ണിമത്തൻ്റെ തൊണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിച്ചെറിഞ്ഞ് കളയാവുള്ളൂ കേട്ടോ. വലിച്ചെറിഞ്ഞ് കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇത് തിളച്ച് വരുന്നതിന് മുന്നേ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഇനി നമുക്കിതിനെ ഇട്ട് താളിച്ചൊഴിക്കണം. അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നല്ല പടപടാന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു 2-3 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളക് 1 എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ 1 എടുത്തത്. വറ്റൽമുളക് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് കറി ഒന്ന് താളിച്ചെടുക്കാം നമുക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചടി എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നേക്കരുത്. അപ്പോൾ താളിക്കാനുള്ളതൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും ഒന്ന് മൂത്ത് വന്നാൽ മതി ഉള്ളിയൊക്കെ. നമ്മുടെ പച്ചടി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ താളിച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പച്ചടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്തായാലും ഈ വേനൽ സമയത്ത് നമ്മൾ തണ്ണിമത്തൻ ഒരാൾ പോലും മേടിക്കാതിരിക്കുകയില്ല. അപ്പം മേടിക്കുമ്പം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ.
എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.